വളരെ പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് ഒരുമിച്ച് വചനത്തെ ധ്യാനിക്കാം. ഈ സന്ധ്യയിലെ വചന ധ്യാനത്തിനായി എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം തൊട്ട് 18-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം തൊട്ട് വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 18 the last verses onwards. Praise the Lord. 18-ന്റെ അവസാന ഭാഗം തൊട്ട് അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് പരിചയമുള്ള ഈ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള എഫേസ്യ പ്രൈസലോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാൻ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ അവസാന ഭാഗമാണ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ് ഈ ദൈവശക്തിയെ പ്രാപിക്കുവാൻ കഴിയുന്നത്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി. അപ്പോൾ വിശ്വസിക്കുന്നവർക്കാണ് ഈ ദൈവത്തിന്റെ ശക്തിയെ പ്രാപിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവായ യേശു കർത്താവ് ഇപ്രകാരം അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വേദഭാഗത്തിനകത്ത് പറയുവാൻ ഇടവന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവശക്തി നമ്മളിലേക്ക് വരുന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവശക്തി. ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ച ദൈവമക്കള് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഇടവന്നു. ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് അനുഭവിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ദൈവശക്തിയുടെ വലിപ്പം എന്താണ്? പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവശക്തിയെ കുറിച്ച് 20-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് അവനെ ഇരുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദൈവശക്തി ആരിൽ വ്യാപരിച്ചു? യേശു കർത്താവിൽ വ്യാപരിച്ചു. മരിച്ച അടക്കപ്പെട്ട ആ ഭൗതിക ശരീരത്തില് ഈ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് അവനെ കൊണ്ട് ഇരുത്തുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവില് വ്യാപരിച്ച ദൈവശക്തിയാണ് വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിലും വ്യാപരിക്കുന്നത് എന്ന് തിരുവചനം ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൽ ആ ദൈവശക്തി വ്യാപരിച്ചു എന്ന് പറയുമ്പോൾ മരിച്ചു അടക്കപ്പെട്ട ഭൗതിക ശരീരത്തെ ഉയർപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ തക്ക സമയത്ത് ആ ദൈവശക്തി ആ ശരീരത്തിൽ വ്യാപരിച്ചുകൊണ്ട് അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് അവനെ കൊണ്ട്
ഇരുത്തുവാൻ ഇടവന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പ്രാരംഭമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, വിശ്വസിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു, എല്ലാം അവസാനിച്ചു എന്ന് വിധി പറയുന്ന മേഖലകളിൽ നിന്നും ഹല്ലേലൂയ ഒരു ആത്മീയ വിടുതൽ നമുക്ക് നൽകി തരുവാൻ മതിയായതാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കും. നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ എത്ര ക്ഷീണിതരായി തീർന്നാലും പ്രൈസ് ഇനി മുമ്പോട്ടില്ല, എലിയാവ് പ്രാർത്ഥിച്ചതുപോലെ മതി യഹോവേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത സാഹചര്യമാണെങ്കിലും പരിശുദ്ധാത്മാവിന് ഹൃദ്യമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്നൊന്ന് തിരിച്ചറിയുവാൻ ഇന്ന് രാത്രികാലം ഇടവരുന്നുവെങ്കിൽ, ഏത് ക്ഷീണങ്ങളുടെ നടുവിൽ നിന്നും നിരാശകളുടെ നടുവിൽ നിന്നും ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കത്തക്ക നിലകളിൽ ഹല്ലേലൂയ നമ്മെ ഒരുക്കിയെടുക്കുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് സാധ്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഹൃദ്യമായി ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിനെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, പ്രൈസ് ലോ അതിനെ നമ്മൾ തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ അത് നമ്മിൽ വ്യാപരിക്കുവാൻ ഇടവരും. നമ്മിൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ നിരാശകളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ പ്രത്യാശയുള്ളവരായി എനിക്ക് ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ കഴിയും, എനിക്ക് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയും. ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രികാലം ദൈവപ്രവൃത്തി കാണുവാൻ കഴിയും എന്നുള്ള അഗാധമായ വിശ്വാസം നമ്മളില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനിപ്പിക്കുവാൻ ഇടവരുമെന്ന് ഞാൻ ഹൃദ്യമായി വിശ്വസിക്കുന്നു. അത് ദൈവമക്കളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ലോ നമ്മൾ എത്രയോ വട്ടം ക്ഷീണിച്ചു പോയവരാണ്. ഹല്ലേലൂയ എത്രയോ വട്ടം നമ്മൾ പിന്തിരിഞ്ഞോടുവാൻ ശ്രമിച്ചവരാണ്. എത്രയോ വട്ടം നമ്മൾ ഈ ആത്മീയ ജീവിതം വേണ്ടെന്ന് നിശ്ചയിച്ചവരാണ്. എന്നാൽ ഇന്ന് രാത്രികാലവും ഈ ഒരു സൂം മീറ്റിംഗിൽ നമ്മൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, നമ്മെ ശക്തീകരിച്ച ഒരു ദൈവിക സാന്നിധ്യം, ഹല്ലേലൂയ നമ്മെ ബലപ്പെടുത്തിയ ദൈവിക സാന്നിധ്യം, ഹല്ലേലൂയ അത് ഞാൻ ഭക്ഷിച്ച ആഹാരത്തിന്റെ ഹല്ലേലൂയ മനോഹാരിത കൊണ്ടല്ല, ഹല്ലേലൂയ അതിന്റെ വില കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിനകത്ത് നേടി എന്തെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് എന്നിൽ ദൈവം പകർന്നിരിക്കുന്ന അവന്റെ ആത്മാവിന്റെ അളവറ്റ ശക്തി, ഹല്ലേലൂയ എന്നെ ബലപ്പെടുത്തുവാൻ ഇടവന്നു, എന്നെ ശക്തീകരിക്കുവാൻ ഇടവന്നു. അതുകൊണ്ട് ക്ഷീണിച്ചു പോകാതെ ഇന്ന് രാത്രികാലവും ദൈവനാമത്തിനു വേണ്ടി നിൽക്കുവാൻ അത് എന്നെ പ്രയോജനമുള്ളവനാക്കി തീർത്തു എന്ന് നമുക്ക് ഉറപ്പോടെ വിശ്വാസത്തോടെ പറയുവാൻ കഴിയും. പ്രൈസ് ലോ യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ വാക്കിൽ അത് നമ്മൾ പറഞ്ഞു പോകാതെ അതിന്റെ അകത്തുള്ള ആഴമായ അർത്ഥങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം അതിന്റെ 62 തൊട്ടുള്ള വേദഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, മത്തായി സുവിശേഷം 27-ന്റെ 62 മുതലുള്ള വേദഭാഗങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുക്ക നാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്നവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ശ്രദ്ധിക്കുക, യേശു കർത്താവിന്റെ ഉയർപ്പിന് തടസ്സമായി നിന്ന ഹല്ലേലൂയ മതത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. മഹാപുരോഹിതന്മാരും പരീശന്മാരും ഒക്കെ യേശു കർത്താവിന്റെ ഉയർപ്പിന് തടസ്സമായി നിൽക്കുകയാണ്. മറുവശത്ത് പ്രൈസ് റോമൻ ഗവൺമെന്റ്, പിലാത്തോസ് പടയാളികളെ കൊടുക്കുകയാണ്. റോമൻ ഇമ്പീരിയൽ മുദ്ര ആ കല്ലിന് മുകളിൽ വെക്കുകയാണ്. അത് മാത്രമല്ല, അന്ധകാര ശക്തികൾ വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, കർത്തൃത്വങ്ങൾ, അത് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ലോ
അപ്പോൾ ഇങ്ങനെ ആമേൻ പ്രൈസ് ഒരു വശത്ത് മതം, മറുവശത്ത് ഗവൺമെന്റ്, ഹല്ലേലൂയ ആമേൻ അന്ധകാര ശക്തികളെല്ലാം ഈ ഉയർപ്പിന് തടസ്സമായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ ശ്രദ്ധിക്കുക, ആമേൻ അവനിൽ വ്യാപരിച്ച ദൈവശക്തി ഹല്ലേലൂയ സകല എതിർപ്പുകളെയും സകല അന്ധകാര വ്യാപാരങ്ങളുടെ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഹല്ലേലൂയ സകല വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും തത്വത്വങ്ങൾക്കും ശക്തികൾക്കും മുകളിൽ അവനെ കൊണ്ടിരുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് വചനത്തിന് വ്യക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഹല്ലേലൂയ ദേശത്ത് അവൻ ഒരു ദൈവ പൈതലിനെതിരെ, അവൻ ദേശത്ത് ഒരു ദൈവസഭയുടെ വളർച്ചയ്ക്കെതിരെ നിലകൊള്ളുന്ന ദേശവ്യാപാരങ്ങൾ ഹല്ലേലൂയ വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, കർത്തൃത്വങ്ങൾ. അതാണ് എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ആ 4 കൂട്ടം കാര്യങ്ങളെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, കർത്തൃത്വങ്ങൾ. ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇത് എന്തിനു വേണ്ടിയാ നിലകൊള്ളുന്നത്? ഒരു ദൈവ പൈതലിന്റെ ആത്മീയ വിടുതലിന് എതിരായിട്ട്, ഹല്ലേലൂയ ഒരു സഭയുടെ ആത്മീയ വളർച്ചയ്ക്കെതിരായിട്ട്, ദേശത്ത് നിന്ന് ആത്മാക്കൾ വിടുവിക്കപ്പെട്ട് ദൈവസഭയിലേക്ക് കടന്നു വരുന്ന തടസ്സമായിട്ട് ആമേൻ നിലകൊള്ളുന്ന ഇരുളിന്റെ ശക്തികൾ. ഹല്ലേലൂയ അപ്പോൾ തന്നെ പാരമ്പര്യ ശക്തികൾ. ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ലോകത്തിന്റെ ആമേൻ നിയമ വ്യവസ്ഥിതികൾ. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഒരു വശത്ത് ഒരു ദൈവ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുമ്പോൾ, മറുവശത്ത് ദൈവശക്തി ഇറങ്ങി വന്ന് അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച് പിതാവിന്റെ വലത്തുഭാഗത്ത് കൊണ്ട് ഇരുത്തി. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക, ഏത് ദേശവ്യാപാരങ്ങളും അന്ധകാര ശക്തികളും ആമേൻ നമുക്കെതിരെ നിന്നാലും ഒരു ദൈവ പൈതലിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്താണെന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഹല്ലേലൂയ ആ ദൈവശക്തി നമ്മളിൽ ഒന്ന് വ്യാപരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ അത് വ്യാപരിക്കുമ്പോൾ ആമേൻ അത് ദേശത്തിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ദേശത്തിന്റെ നടുവിൽ വ്യക്തമായ ദൈവിക വിടുതലുകൾ കാണുവാൻ കഴിയുമെന്നാണ് വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പൗലോസ് തന്നെ ആമേൻ പറയുന്നു 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിനകത്ത് ഈ ദൈവശക്തി വ്യക്തിപരമായി നമുക്ക് എങ്ങനെയാണ് പ്രയോജനകരമായി തീരുന്നത്. 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം തൊട്ടാണ്. 2 Corinthians chapter 4 verses 7 following. Praise the Lord. അവിടെ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഭാഗങ്ങളാണ്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടത്. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ മൺപാത്രത്തിനകത്ത് ദൈവശക്തി പകർന്നിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് ആമേൻ കഷ്ടത ജീവിതത്തിനകത്തുണ്ടെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഉപദ്രവം ഉണ്ടെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ദൈവജനമേ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് നിരാശപ്പെട്ട് നമ്മൾ ഇരിക്കുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നിലംപരിച്ചായി തകർന്നു പോകുന്നില്ല. കാരണം എന്താണ്? ആമേൻ ഈ മൺകൂടാരത്തിനകത്തൊരു ദൈവശക്തിയെ ദൈവം പകർന്നിരിക്കുന്നു. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഉറപ്പോടെ വിളിച്ചു പറയാം, ഈ കഷ്ടത എന്നെ ഞെരുക്കത്തില്ല. ആമേൻ. ഈ കഷ്ടത എന്നെ ഒരു മുറിക്കകത്ത് അടച്ച് ഞാൻ നിരാശപ്പെട്ട് ഇരിക്കുവാൻ അനുവദിക്കത്തില്ല. ആമേൻ. ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഉപേക്ഷിക്കപ്പെടുന്നില്ല. എനിക്കൊരു ദൈവിക സംരക്ഷണം ഇതിന്റെ നടുവിൽ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. ബുദ്ധിമുട്ടുന്നവർ എങ്കിലും ഞങ്ങൾ നിരാശപ്പെട്ടു പോകുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നിലംപരിച്ചായി പോകുന്നില്ല. പൗലോസിനെ കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് വിചാരിച്ച് ആമേ പട്ടണത്തിന് പുറത്തേക്ക് ഇടച്ചിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തന്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ ആമേ പൗലോസ് അവിടെ നിന്ന് എഴുന്നേറ്റ് ആര് തന്നെ കല്ലെറിഞ്ഞോ അവരുടെ ദേശത്ത് പോയി സുവിശേഷം അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ആമേ വീണു പോയി തകർന്നു പോയി എന്ന് ലോകം വിധി എഴുതിയ മേഖലയിൽ നിന്ന് പൗലോസ് എഴുന്നേറ്റ് ആമേ സുവിശേഷത്തിന്റെ വക്താവായി വീണ്ടും നിലനിൽക്കുന്നെങ്കിൽ അവനിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാലാണ് അത് സത്യമായത്
എന്ന് നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ കഴിയും. പ്രൈസലോ. ദൈവമക്കളെ, ഈ ദൈവശക്തി എന്ന് പറയുമ്പോൾ വെറുതെ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ആമെ പ്രൈസലോട് എന്തോ ഒക്കെ നടത്തിയെന്ന് ആമെ ഉപരി വിപ്ലവമായി ചില കാര്യങ്ങൾ പറഞ്ഞു പോകുവാനുള്ളതല്ല, മറിച്ച് ആത്മീയ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആമേ നമ്മളെ മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന അന്ധകാര ശക്തികളുടെ നടുവില് ജയമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നമുക്കെതിരായിട്ട് നിന്നുകൊണ്ട് ആമേ നിനക്ക് ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുവാൻ കഴിയത്തില്ല, ആത്മീയ ജീവിതത്തിൽ നീ ക്ഷീണിച്ചു പോകും, തകർന്നു പോകും എന്ന് പറയുമ്പോൾ അകത്തു വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ആ മനസ്സിന്റെ ചിന്തകളെയും ചിന്താഗതികളെയും അതിജീവിച്ചുകൊണ്ട് പ്രൈസലോ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്നതാണ് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഇത് തിരിച്ചറിയുവാൻ ഇന്ന് രാത്രികാലം നമുക്ക് ഇടവരട്ടെ. പ്രൈസലോ ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയാറില്ല മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, ആമേ പ്രൈസലോ എങ്ങനെ ആമേ പ്രൈസലോ എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുമെന്ന് അറിയത്തില്ല. നമുക്കറിവില്ലാത്ത പല ആമേ ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ഇന്ന് രാത്രികാലം സാധ്യമാകുമെന്ന ദൈവത്തിന്റെ വചനം ആമേൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വസിച്ച് ആ ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആമേൻ ഈ മൺകൂടാരത്തിന്റെ ബലഹീനതകളൊക്കെ ഒരു വശത്തുള്ളപ്പോൾ തന്നെ ഈ മൺകൂടാരം തകർന്നു പോകാതെ ഹല്ലേലൂയ ഇതിനെ വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിർത്തുവാൻ ഹല്ലേലൂയ പ്രത്യാശയുള്ളവരായി ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആമേ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ സാധ്യമാകുമെന്ന ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയങ്ങളെ കുറിച്ച് ഞാൻ പഠിക്കുവാൻ വേണ്ടി ഒരു കമന്ററി വായിച്ചപ്പോൾ അതിനകത്ത് ആമേ റോക്ക് ഫെല്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോക്ക് ഫെല്ലർ പ്രൈസലോ. അദ്ദേഹം ഒരു ആമേ വലിയ കോടീശ്വരനായിരുന്നു, ബില്യനയർ ആയിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, വലിയൊരു ബില്യനയർ ആയിരുന്നു. പ്രൈസലോ. ആമേൻ ഇദ്ദേഹം വലിയൊരു കോടീശ്വരനായിരുന്നെങ്കിലും ആമേ ചില വർഷങ്ങള് അദ്ദേഹം ഒരു മഹാരോഗിയായിട്ട് തീരുവാൻ ഇടവന്നു. ഉദര സംബന്ധമായ രോഗമായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന് ഈ പാലും ബിസ്ക്കറ്റും മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു വർഷങ്ങളായിട്ട്. പല ഡോക്ടർമാര് ആമെ തന്നെ പരിചരിക്കാനുണ്ട്, പല സേവകര് തന്റെ വീട്ടിലുണ്ട് ആമെ. കാരണം ഏത് സമയത്ത് ഇതേ ഇങ്ങനെ കുഴഞ്ഞു വീഴും ആമേൻ, ആഹാരത്തിന്റെ ദൗർലഭ്യം നിമിത്തം. എന്നാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞ ഉദര സംബന്ധമായ ഈ വിഷയം ആമെ വളരെയധികം തന്നെ ആമെ വേട്ടയാടുവാൻ ഇടവരും. അതുകൊണ്ട് ആമേൻ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വലിയ ബില്യനിയർ ആണ് ആമേൻ, ഒത്തിരി ധനവും സമ്പത്തും ഒക്കെ നിങ്ങൾക്കുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ആമേ വേണ്ടതുപോലെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ പണത്തിൽ ആമേൻ കുറച്ചു ഭാഗം ആമേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇല്ലാത്തവർക്കൊക്കെ വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തി അത് കേട്ട് ശരിയാണല്ലോ, ഞാൻ എന്തിനാണ് ഇതെല്ലാം കൂട്ടിവെക്കുന്നത്, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ഏത് സമയത്തും എന്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ചിന്തയിൽ അദ്ദേഹം എന്ത് ചെയ്തു, തനിക്കുണ്ടായിരുന്ന സമ്പത്ത് ഹല്ലേലൂയ താന് ആമേ പാവപ്പെട്ടവർക്കായിട്ട് കുറച്ച് വീതിച്ചു കൊടുക്കുവാൻ ഇടവന്നു. അങ്ങനെ വീതിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കടന്നു വന്നു. എന്തോ ആമേ താൻ ഒരു നല്ല പ്രവൃത്തി ചെയ്തു എന്നുള്ള ഒരു ചിന്ത. ആമേൻ ആ മനസ്സിന്റെ ചിന്ത നല്ലതായി കഴിഞ്ഞപ്പോൾ തന്റെ ഉദര സംബന്ധമായ രോഗം തന്നെ വിട്ടുമാറിയെന്നും താൻ സൗഖ്യത്തോടെ വീണ്ടും ചില വർഷങ്ങൾ ജീവിച്ചുവെന്നും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുക. നോക്കുക, സമ്പന്നനായ വ്യക്തി ആ സമ്പത്ത് തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ച ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ തന്നെ ആമേൻ ആ സമ്പത്ത് ആമേൻ മറ്റുള്ളവർക്ക് വേണ്ടി, ദരിദ്രരായ വ്യക്തികൾക്ക് വേണ്ടി വീതിച്ചു കൊടുത്ത ഒരു കാലഘട്ടവും ഉണ്ട്. പ്രൈസലോ. ദൈവമക്കളെ, നമ്മളെ ദൈവം ആത്മീയ സമ്പന്നതയിലാക്കിയിരിക്കുകയാ. പ്രൈസലോ. ദൈവശക്തി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി തന്നിരിക്കുകയാ. ആ ദൈവശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കഷ്ടതകളെ അതിജീവിക്കുന്നു, ഉപദ്രവങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അവിടം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടരുത്. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ആമേൻ നാം ആയിരിക്കുന്ന ദേശത്തിലേക്ക് വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേശത്തിന്റെ നടുവില്, ഇരുളിന്റെ നടുവിൽ ആമേ പ്രത്യാശയില്ലാത്തവരായി ആമേ പ്രൈസിൽ ഒരു വിടുതലിനെ കാത്തു കിടക്കുന്ന അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ ആമേ വിടുതലിലേക്ക് നയിക്കുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് സാധ്യമാണെന്ന് ഇന്ന് രാത്രികാലം ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ ശ്രദ്ധിക്കുക, ഒരു സമ്പന്നനായ വ്യക്തിയുടെ ഹൃദയത്തിലെ ചിന്ത എന്താണ്? ആമേ കള്ളൻ വന്ന് ഇത് അപഹരിച്ച് കളയുമോ? തന്റെ ഭയം അതാ. ആമേ കള്ളൻ എപ്പോഴെങ്കിലും വരുമോ? ആമേ സമ്പത്ത് കൊണ്ടുപോകുമോ? പ്രൈസ് എന്ന് പറഞ്ഞതുപോലെ ഒരു ആത്മീയന്റെ ജീവിതത്തിന് എതിരായിട്ട് നിൽക്കുന്ന ആമേ ദേശവ്യാപാരങ്ങളെ കുറിച്ചാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. വാഴ്ചകള്, അധികാരങ്ങള്, ആമേ പ്രൈസലോ, ശക്തികള്, കർത്തൃത്വങ്ങള്,
ഇത് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മിലുള്ള ദൈവകൃപയെ ചോർത്തിക്കളയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദേശത്തിന്റെ നടുവിൽ നിന്ന് ഒരു ആത്മാവ് വിടുവിക്കപ്പെട്ട് ദൈവസഭയിലേക്ക് വരരുത്. സഭകൾ ഭിന്നിക്കപ്പെട്ട് ആയിരിക്കണം. ദൈവപ്രവൃത്തി നടക്കരുത്, സഭ വളരരുത്. ഇതെല്ലാം ദേശവ്യാപാരങ്ങൾ ആഗ്രഹിക്കുകയും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവജനം ഒരുമിച്ച് വിശ്വസിച്ച് ദൈവശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവശക്തിയുടെ വ്യാപാരം നമ്മുടെ ജീവിതത്തിലും നമ്മിലൂടെ നാം ആയിരിക്കും ദേശത്തിലേക്ക് വ്യാപരിക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം വചനം പറയട്ടെ, ദേശത്തിന്റെ നടുവിൽ നിന്ന് ദൈവപ്രവൃത്തി കാണുവാൻ നമുക്ക് ഇടവരുമെന്ന് വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എഫെസോസില് പൗലോസ് ചെല്ലുന്ന കാര്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തി. അവിടെ ചെന്ന് ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്നാനം ഏത്? അത് മനസാന്തര സ്നാനം, യോഹന്നാൻ സ്നാപകന്റെ മനസാന്തര സ്നാനാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും താഴോട്ട് എഴുതിയിരിക്കുക, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവര് പരിശുദ്ധാത്മ അവരുടെ മേൽ വന്ന് അന്യഭാഷയിൽ അവര് സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നോക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിയത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു, പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നു, അവര് ചിലര് പ്രവചിക്കാനും തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മനിറവ്, കൃപാവരത്തിന്റെ ശുശ്രൂഷകള് അവരുടെ നടുവിൽ ഉണ്ടായി. ഇന്ന് പലപ്പോഴും പലയിടത്തും ഇവിടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവുണ്ട്, അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അടുത്തതായിട്ട് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ കാണുന്നത് തുറന്നോസിന്റെ പാഠശാലയില് പൗലോസ് ദിനം പ്രതി വചനം അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയെ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾക്കാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. കേവലം ഈ അന്യഭാഷയും പ്രവചനവും മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. അവരെ ശക്തമായിട്ട് വചനം പഠിപ്പിച്ചു. എല്ലാവരും വചനം കേൾക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായി വീര്യപ്രവൃത്തികൾ ചെയ്യുകയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാൽ ഉത്തരവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ജനം ആത്മനിറവിലേക്ക് കടന്നു വരുന്നു, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു, പ്രവചനം അവരുടെ മധ്യത്തിൽ ഉണ്ടാകുന്നു. മറുവശത്ത് പ്രൈസ് ദി ലോർഡ് വചനം ശക്തമായി പഠിപ്പിക്കുന്നു. ദൈവം പൗലോസിനെ ഉപയോഗിച്ചുകൊണ്ട് അത്ഭുത പ്രവൃത്തികൾ ചെയ്യിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വശത്ത് ദൈവപ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മറുവശത്ത് ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിയുന്നു. പ്രൈസ് ദി ലോർഡ്. മഹാപുരോഹിതനായ സ്കേവയുടെ മക്കളാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുരാത്മാവ് പറയുന്ന ഒരു കാര്യം, യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, നിങ്ങൾ ആര്? പ്രൈസ് ദി ലോർഡ്. അവരുടെ മുകളിലേക്ക് ഈ ആത്മാക്കൾ കയറുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അവരവിടെ നിന്ന് ഓടിപ്പോകുവാൻ ഒക്കെ ഇടവന്നു. അതിനുശേഷം സംഭവിച്ചതാണ് ഇത്. എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവ് യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാൺകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചന ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. ശ്രദ്ധിക്കുക, ഒരു വശത്ത് ആത്മനിറവ്. ഹല്ലേലൂയ. ദൈവ വചനത്തിന് ശക്തമായ പഠിപ്പിക്കലുകള്. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുക. മറുവശത്ത് ദുരാത്മാക്കൾ ഹല്ലേലൂയ പരാജയപ്പെടുക. ദേശത്ത് വ്യാപരിച്ചു കൊണ്ടിരുന്ന അന്ധകാര ശക്തികൾ പരാജയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. മന്ത്രവാദം ചെയ്യുന്നവരൊക്കെ ആ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് തീക്കിരയാക്കി തീർക്കുകയാണ്. അങ്ങനെ ദേശത്ത് എന്ത് ചെയ്തു? വചനം പ്രബലപ്പെട്ടത് വ്യാപിക്കുവാൻ ഇട വന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ദേശത്ത് ഒരു ദൈവപ്രവൃത്തി എങ്ങനെ ഉണ്ടായത്? ഹല്ലേലൂയ.
എഫെസോസിൽ ഒരു സഭ എങ്ങനെയാണ് ശക്തമായിട്ട് ഉടലെടുക്കുവാൻ ഇടവന്നത്? പ്രൈസലോ, ഒന്ന് ആത്മനിറവാണ്, രണ്ട് ഹല്ലേലൂയ വചനമാണ്. പ്രൈസലോ, ആത്മനിറവും വചനവും ഒരുമിച്ച് സന്ധിച്ച ഇടത്ത് ആമേൻ ദേശത്തിന്റെ ഇരുളിന്റെ ശക്തികൾ പരാജയപ്പെടുവാൻ ഇടവന്നു. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്താണെന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് ആ ദൈവശക്തിയുടെ വ്യാപാരത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ ദൈവശക്തി നമ്മിൽ നിന്ന് ദേശത്തിലേക്ക് വ്യാപരിക്കുമ്പോൾ ദേശത്ത് ആമെ തലയെടുത്തു നിൽക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ, ദേശ വ്യാപാരങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, കർത്തൃത്വങ്ങൾ മുട്ടുമടക്കുവാൻ ഇടവരും, പരാജയപ്പെടുവാൻ ഇടവരും. അവിടെ സഭയ്ക്ക് ഒരു വിടുതൽ ഉണ്ടാകുവാൻ ഇടവരും. നമ്മളിപ്പോൾ ഒത്തിരി മാസ്റ്റർ പ്ലാനുകൾ ചെയ്യാറുണ്ട്. സഭ വളരാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഹൃദയമായി ഓർമ്മപ്പെടുത്തുന്നു, ദൈവജനം ആത്മനിറവ് പ്രാപിക്കുവാൻ, ദൈവശക്തിയെ തിരിച്ചറിയുവാൻ, ആമേ വചനത്തിന് ജീവിതത്തിനകത്ത് സ്ഥാനം കൊടുത്ത് ആമേ വചനപ്രകാരം അല്ലാത്തത് ജീവിതത്തിൽ നീക്കിക്കളയുവാൻ ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർ ഒരുമിച്ച് കൂടുന്ന ദേശത്തിന്റെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രികാലം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസലോ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം, വചനം ഇത് ഒരുമിച്ച് ചേരുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും, ശത്രു വിട്ടുമാറുവാൻ ഇടവരും. യേശു കർത്താവിനെ പരീക്ഷിക്കുവാൻ പിശാച് മരുഭൂമി കടന്നു വന്നപ്പോൾ യേശു കർത്താവ് യോർദാൻ വിട്ട് ആത്മനിറവോടെ മടങ്ങിയെന്നാണ് തിരുവചനത്തിൽ കാണുന്നത്. ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നടത്തി പിശാച് പരീക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ യേശു കർത്താവ് വചനം പറഞ്ഞുകൊണ്ട് പിശാചിനെ എതിർക്കുകയാണ്. ആമേൻ. അതിനുശേഷം പിശാച് അവനെ വിട്ട് കുറച്ച് നാളേക്ക് മാറിപ്പോയി എന്ന് വചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നു. പൈശാചിക മണ്ഡലങ്ങൾ വിട്ടുമാറി ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഇന്ന് രാത്രികാലം ആത്മനിറം ആവശ്യമാണ്. ആമേൻ ദൈവശക്തി ആവശ്യമാണ്. അപ്പോൾ തന്നെ ശക്തമായ വചനത്തിന്റെ അടിസ്ഥാനം ആമേൻ നമുക്ക് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദൈവശക്തി ഹല്ലേലൂയ വ്യക്തിപരമായി എന്റെ ജീവിതത്തിനകത്ത്, ഈ മൺകൂടാരത്തിനകത്ത് ആമേൻ കടന്നു വരുന്ന കഷ്ടതകളിലും പ്രതിസന്ധികളിലും എന്നെ ഉറപ്പിച്ചു നിർത്താൻ മതിയായതാണ്. പ്രൈസലോ. അതുമാത്രമല്ല, ഈ ദൈവശക്തി എനിക്ക് ദൈവം പകർന്നു തന്നിരിക്കുന്നത് ഇത് എന്റെ സ്വന്തമായിട്ട് തന്നെ വെക്കാനല്ല. ആമേൻ. ഞാൻ വിശ്വസിക്കണം, എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഞാൻ കടന്നു പോകുന്ന ഓഫീസിൽ വ്യാപരിക്കാൻ മതിയായത്. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്ന ദേശത്ത് വ്യാപരിക്കാൻ മതിയായത്. ഹല്ലേലൂയ. ആമേൻ. ആത്മനിറവോടെ ഞാൻ ജീവിച്ചാൽ, ഹല്ലേലൂയ, വചനപ്രകാരം ഞാൻ ജീവിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ കടന്നു ചെല്ലുന്ന ഭവനത്തിനകത്ത് ഈ ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇരുളിൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഇടവരും. ദൈവമക്കളെ, ആമേൻ, അനേക ഭക്തന്മാരുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ലേ? ആമേൻ. അവര് ആമേൻ ഓരോ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ ചങ്ങലയ്ക്കകത്ത് ഇട്ടിരിക്കുന്ന മനുഷ്യർ പോലും ആമേൻ വിടുവിക്കപ്പെട്ട് പുറത്തു വന്ന ചരിത്രങ്ങൾ ആമേൻ എത്രയെത്ര നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. പ്രൈസലോ. പ്രായമുള്ളവർക്ക് അത് നേരിട്ട് കണ്ട് അനുഭവമുള്ളവരുണ്ടായിരിക്കാം. പ്രൈസലോ. ഞാൻ പറയുന്നതിന്റെ ആത്മീയ സത്യം മനസ്സിലാക്കണം. നമ്മൾ ദൈവശക്തിയാൽ നിറയപ്പെട്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി കാണുവാൻ കഴിയും. നമ്മുടെ സഭയ്ക്ക് ദൈവപ്രവൃത്തി കാണുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 20-21 വേദഭാഗങ്ങൾ. എഫേസ്യ ലേഖനം 3-ന്റെ 20-21 വേദഭാഗങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്, പ്രൈസലോ, സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്, പ്രൈസലോ. ആമേൻ. ചോദിക്കുന്നത്, നനയ്ക്കുന്നത്, അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്, പ്രൈസലോ. നാം എന്താണ് ചോദിക്കേണ്ടത്? ആമേൻ. നാം എന്താണ് ആഗ്രഹിക്കേണ്ടത്? ഒരു ദൈവ പൈതൽ എന്താണ് ചോദിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത് എന്നെന്ന് ആമേൻ അതിന്റെ 3-14 തൊട്ട് 19 വരെയുള്ള വേദഭാഗത്തിൽ കാണുവാൻ കഴിയും. നമ്മൾ ഈ വാക്യമൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഭൗതിക സാഹചര്യങ്ങളിലേക്ക് ഇതിനെല്ലാം അങ്ങ് റിലേറ്റ് ചെയ്യുക. പ്രൈസലോ. എന്നാൽ ദൈവത്തിന്റെ വചനം എന്താണ് അതിന്റെ തൊട്ട് മുകളിൽ പറഞ്ഞത് എന്ന് വായിച്ചു നോക്കണം. പ്രൈസലോ. നാം എന്താണ് ചോദിക്കേണ്ടത്? പ്രൈസലോ. ഹല്ലേലൂയ. അവിടെ ആമേ പല
കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കൾ, ഇന്ന് രാത്രികാലം എന്റെ ആത്മീയ ജീവിതത്തിന് ആവശ്യമുള്ളത് ഞാൻ ദൈവസന്നിധിയിൽ ചോദിക്കാൻ തയ്യാറാകുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുമ്പോൾ, എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ആ ഒരു ആത്മീയ തലത്തിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അതിന്റെ 3-ാമത്തെ അധ്യായം 20-21 വേദഭാഗങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3:20-21 വേദഭാഗങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് ആമേൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് ആമേൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈ ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാ. നമ്മുടെ ശരീരം ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? കർത്താവിന്റെ വരവിന് വേണ്ടി. കർത്താവിന്റെ വരവിങ്കലാണ് ആ തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് ലഭിക്കുന്നത് എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ കഴിയും. പൗലോസ് പറയുന്നു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസ് ഒരു കൂടാരപ്പണിക്കാരനാണ്. കൂടാരത്തിന്റെ പ്രത്യേകത എന്താണ്? താൽക്കാലികമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് അധികം നാളൊന്നും പുറത്ത് കെട്ടിക്കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് അഴുക്കായി പോകാൻ സാധ്യതയുണ്ട്. അത് തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, എന്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ സമയമായി എന്ന് കർത്താവ് എന്നെ അറിയിച്ചത് നിമിത്തമായിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, കൂടാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരം താൽക്കാലികമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് ക്ഷണികമായിട്ടുള്ളതാണ്. എന്നാൽ നിലനിൽക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന കെട്ടിടമാണ്. അത് തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് നമുക്ക് തരുന്നത് എങ്ങനെയാണെന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്, തന്റെ വ്യാപാര ശക്തി കൊണ്ട് ആമേൻ ദൈവത്തിന് സാധ്യമാണെന്നാണ് ഇവിടെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. എങ്ങനെ? ആമേൻ, ദൈവശക്തിയാല. അങ്ങനെയാണെങ്കിൽ എന്റെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവശക്തി, ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധാത്മം നിങ്ങളിലേക്ക് വരുമ്പോ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ന് യേശു കർത്താവ് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ആമേൻ വിശ്വസിച്ച രക്ഷിക്കപ്പെട്ട ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് അധിവസിക്കുവാൻ ഇടവന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോ ആമേൻ ദൈവശക്തി നമുക്ക് ലഭിക്കുകയാ. ആ ദൈവശക്തി ആമേൻ നമ്മിൽ ഉണ്ടെന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം നമ്മൾ ഇങ്ങനെ ക്ഷീണിതരായിട്ട് ഇരിക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ കാണണം, ആത്മീയമായിട്ട് എനിക്ക് വളരണം, എന്റെ സഭയിൽ ആത്മാക്കൾ വരണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പല പ്ലാനും പദ്ധതി അതിനുവേണ്ടി തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഇങ്ങനെ ചിന്തിക്കാതെ ആമേൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. വചനത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. ആമേൻ. വചനത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുമ്പോൾ അത് നമ്മളെ ചെത്തി വെടിപ്പാക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ വേർപെട്ട് ആമേൻ വിശുദ്ധ ജീവിതവും വേർപാടും അനുഷ്ഠിക്കുവാൻ ആമേൻ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വ്യാപരിച്ചുകൊണ്ട് ആമേൻ നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തീകരിക്കും, ബലപ്പെടുത്തുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാല വചനവും ആത്മാവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആമേൻ നമ്മെ പണിയുവാൻ ആഗ്രഹിക്കുമ്പോൾ ആമേൻ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും ജീവിതയാത്രയെ ക്ഷീണിച്ചു പോകാതെ നമ്മളെ ശക്തീകരിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ദേശത്തിന്റെ നടുവിൽ ആമേൻ അന്ധകാരത്തിന്റെ നടുവിൽ ആമേൻ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരായിരിക്കുന്ന ജനത്തെ വിടുവിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആമേൻ നമ്മെ
നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ആമേൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവശക്തി എന്നിലേക്കൊന്ന് വ്യാപരിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുവാൻ വചനം ശക്തമായിട്ട് പറയുക. പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. പ്രൈസലോ ആമേൻ. എന്തുകൊണ്ടാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകി കൊടുക്കാതെ ഇവരെ പറഞ്ഞു വിടാതിരുന്നത്? പ്രൈസലോ കർത്താവിനറിയാം ആമേൻ ഇവരുടെ കഴിവ് കൊണ്ടോ ഇവരുടെ ശക്തി കൊണ്ടോ ഇത് സാധ്യമല്ല. ആമേ കർത്താവ് ആമേ ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആമേൻ. ശിഷ്യന്മാരെ നോക്കുമ്പോൾ പത്രോസ് കൂട്ടർ എവിടെ പോയിരിക്കുക? മീൻ പിടിക്കാൻ പോയിരിക്കുക. ഇന്നലകളിൽ ആമേ വിട്ട വള്ളവും വലയും ഒക്കെ എടുത്തിട്ട് മീൻ പിടിക്കാൻ പോയിരിക്കുക. പ്രൈസലോ ഇതൊരു മനുഷ്യ പ്രകൃതിയാണെന്ന് അറിയാം. ഈ പ്രകൃതി അതിജീവിക്കുവാൻ അവന് ദൈവശക്തിയുടെ ആവശ്യകതയുണ്ടെന്ന് അറിയാം. പരിശുദ്ധാത്മ അവനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആമേൻ ദൈവ പ്രവർത്തിക്ക് വേണ്ടി നിൽക്കാൻ കഴിയത്തുള്ളൂ എന്നറിയാം. പ്രൈസലോ ഇന്ന് രാത്രികാലം വചനം പറയുന്നു, ദൈവമക്കളെ, നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ അറിവ് കൊണ്ടോ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയൊക്കെ നമ്മൾ ക്ഷീണിച്ചു. വേണമെങ്കിൽ ആമേ ചില കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്നാൽ ക്ഷീണിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ക്ഷീണിക്കാതിരിക്കുവാൻ നമുക്ക് ദൈവശക്തി ആവശ്യമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരൂശലേമിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആമേ നിങ്ങളുടെ ചാർച്ചക്കാരുടെ നടുവിൽ ഹല്ലേലൂയ നിങ്ങളായിരിക്കുന്ന ദേശത്ത്, അതിനുശേഷം ആമേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായിട്ട് നിൽക്കും. ആമേൻ. എത്ര പേര് ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നു എനിക്ക് എന്റെ കർത്താവിന്റെ സാക്ഷ്യം ആമേ വഹിക്കണം? പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ദൈവശക്തി എനിക്ക് ആവശ്യമാണ്. ആമേ ഹൃദയംഗമായി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ ദൈവശക്തി നമ്മളിലേക്ക് പകർന്നു നൽകി ഹല്ലേലൂയ ആ ദൈവശക്തിയുടെ വ്യാപാരത്താൽ ഹല്ലേലൂയ നമ്മുടെ ബലഹീനതകളെ നീക്കിയിട്ട് ഹല്ലേലൂയ പൗലോസ് പ്രാർത്ഥിച്ചു ഹല്ലേലൂയ ശൂലം മാറണം. ആമേൻ. എന്നാൽ കർത്താവ് പറഞ്ഞു എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്. ഹല്ലേലൂയ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഹല്ലേലൂയ. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ പൗലോസിന് ആമേ മുമ്പോട്ട് ശുശ്രൂഷയ്ക്ക് നിൽക്കുവാൻ കഴിയാത്ത നിലകളിൽ തന്റെ ശരീരത്തെ അഭിമുഖീകരിച്ച ഒരു രോഗമായിരിക്കാം. പ്രൈസ് ദി ലോർഡ് ആ ശൂലമായിട്ട് പറയുന്നത്. എന്നാൽ ആമേൻ യേശു കർത്താവ് പറയുക എന്റെ ശക്തി നിനക്ക് മതി. പൗലോസേ എന്റെ ശക്തി നിന്റെ ബലഹീനതയുടെ നടുവിൽ ആമേ വെളിപ്പെടുമ്പോൾ ആമേ പ്രൈസ് ദി ലോർഡ് നീ ശക്തിയുള്ളവനായി എന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ ലോക ജീവിതത്തിനകത്ത് കണ്ണുനീരുകളുണ്ട്, വേദനകളുണ്ട്, കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, നിരാശകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ആമേ ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല എന്ന് പറഞ്ഞ നല്ലവനായി കർത്താവ് ആമേ നമുക്ക് വേണ്ടി ഉയരങ്ങളിൽ ചെന്ന് പിതാവിനോട് മേടിച്ച് നൽകി തന്ന പരിശുദ്ധാത്മാവ് ആമേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആമേ പ്രൈസ് എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാല മനസ്സിലാക്കിയാട്ടെ. നാം ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ആമേ ദൈവം നൽകി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വഴിയിൽ വെച്ച് വീണു പോകാതിരിക്കുക, തകർന്നു പോകാതിരിക്കുക, നിരാശപ്പെട്ടു പോകാതിരിക്കുക, കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുക. ആമേ ബലഹീനതയുള്ള ശരീരത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആമേൻ. എന്നാൽ ബലഹീനതകളെ അതിജീവിക്കുവാൻ കഴിയുന്ന ദൈവശക്തി അത് വിശ്വസിക്ക്. ആമേൻ. ഇന്ന് രാത്രികാലം ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ജീവിതത്തിനകത്ത് പ്രാപിച്ചെടുത്തുകൊണ്ട് ദൈവശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് ആമേ ശക്തമായി ദൈവനാമത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മശക്തിയും ആത്മവ്യാപാരവും ആമേ പ്രൈസിലോ കൃപാവരങ്ങളും അത് വിൽക്കുവാനുള്ളതല്ല. ഹല്ലേലൂയ. ആമേ പ്രൈസിലോ അത് പണം ഉണ്ടാക്കാനുള്ള ഉപാധിയല്ല, മറിച്ച് അത് വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിനാണ്, അത് അനേകരുടെ ജീവിതത്തിന്റെ വിടുതലിനാണ്, അത് ദൈവസഭയുടെ വളർച്ചയ്ക്കാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേ ദൈവസന്നിധി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്ലീസ്.